ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ സ്ഥിരം ചോദ്യങ്ങളിലൊന്നായ ക്യാമ്പർ എന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, റോഡിന് കുറുകെ കൊടുക്കുന്ന ക്രോസ് സ്ലോപ്പിനെയാണ്, അതായത് ഈ ഒരു സ്ലോപ്പിനെയാണ് ക്യാമ്പർ എന്ന് വിളിക്കുക. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇതിൻ്റെ പുറത്തേക്ക് വീഴുന്ന വെള്ളം രണ്ട് സൈഡിലേക്കും ഒലിച്ചു പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ക്യാമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ഥിരം ഉദ്യോഗാർത്ഥികളെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. പല പരീക്ഷകളിലും PSCയുടെ ആയാലും ISROയുടെ ആയാലും പല പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ക്യാമ്പറിൻ്റെ വാല്യൂസ്. ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഉത്തരങ്ങൾ തിരിഞ്ഞു പോകാറുണ്ട്. ഇത് പഠിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് നിങ്ങളെ ഇന്ന് സിവിലിയൻസ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൈപ്പ് ഓഫ് റോഡ് എഴുതാം, അതായത് റോഡിൻ്റെ ടൈപ്പ്. പിന്നെ നമുക്കറിയാം, ക്യാമ്പർ മഴ കൂടിയ പ്രദേശങ്ങളിൽ ഈ സ്ലോപ്പിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. അതായത് വീഴുന്ന വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകാൻ വേണ്ടി. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിലോ ഇതിൻ്റെ സ്ലോപ്പ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെവി റെയിൻഫോളുള്ള റീജിയന് കൊടുക്കാൻ വേണ്ടി ഒരു ക്യാമ്പറും ലൈറ്റ് റെയിൻഫോളുള്ള റീജിയൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ക്യാമ്പർ. ടേബിൾ എങ്ങനെ ഫില്ല് ചെയ്യാം? ടേബിളിൻ്റെ ലെഫ്റ്റ് പോർഷനാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ടൈപ്പ് ഓഫ് റോഡ്. റോഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളിവിടെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതായത് ഏറ്റവും ക്വാളിറ്റി കൂടിയ റോഡ് ആദ്യവും ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് താഴേക്ക് എഴുതുക. ഏറ്റവും ക്വാളിറ്റി കൂടിയ റോഡ് ഏതാണ്? കോൺക്രീറ്റ് റോഡ്. കോൺക്രീറ്റ് റോഡും റബ്ബറൈസ്ഡ് ടാറിട്ട റോഡ് അതുപോലെയുള്ള റോഡുകളായ ഹൈ ടൈപ്പ് ബിറ്റൂമിനസ് റോഡ്. ഹൈ ടൈപ്പ് ബിറ്റൂമിനസ് റോഡ് ഇത് രണ്ട് നമുക്ക് ഒരു കാറ്റഗറിയിൽ പെടുത്താം. സെക്കൻഡ് ടൈപ്പ് കാറ്റഗറിക്കകത്താണ് തിൻ ബിറ്റൂമിനസ് റോഡ്. നമ്മുടെ നോർമൽ ടാറിട്ട റോഡാണ് തിൻ ബിറ്റൂമിനസ് റോഡ്. മൂന്നാമത്തത് വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്. സ്റ്റോൺ, ഡസ്റ്റ്, ക്ലേ ഇതുപോലുള്ളത് ഗ്രാവലുമായിട്ട് കുഴച്ച് മിക്സ് ചെയ്തുണ്ടാക്കുന്ന റോഡാണ് വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡും ഗ്രാവൽ റോഡും നമുക്ക് ഒരു ഗണത്തിൽ പെടുത്താം. നാലാമത്തത് എർത്ത് റോഡാണ്. വെറും മണ്ണ് കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന റോഡിനെയാണ് എന്ത് വിളിക്കുക? എർത്ത് റോഡെന്ന് വിളിക്കുക. റൈറ്റ് സൈഡിലെ കോളം ഫില്ല് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് വാല്യൂസ് ഉണ്ട്. 60, 50, 40, 33, 25. ഈ 5 വാല്യൂസാണ് നമ്മളിവിടെ അറിയേണ്ടത്. ഈ 5 വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ കഴിയും. നോക്കിക്കോളൂ, സ്ലോപ്പ് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 in n ടേംസിലാണ്. അതായത് ഒരു വെർട്ടിക്കൽ വരാൻ വേണ്ടി n ഹൊറിസോണ്ടൽ മൂവ് ചെയ്തു. അതാണ് നമ്മൾ സ്ലോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് n% എന്നും നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ 1 in n ടേംസിൽ നമുക്ക് പഠിക്കാം, എന്നിട്ട് കൺവേർഷൻ പഠിക്കാം. ഓക്കെ, ഇവിടെ ഹെവി റെയിൻഫോൾ റീജിയൻസിൽ നോർമലി സ്ലോപ്പ് കൂടുതലാണ് കൊടുക്കാറ്. സോ ഇവിടെ ഞാൻ 1 in 50 തുടങ്ങി. 1 in 50. ബാക്കിയുള്ള വാല്യൂസ് അതുപോലെ താഴേക്ക് എഴുതാം. 1 in 40, 1 in 33, 1 in 25. ഓക്കെ, അപ്പോൾ 50, 40, 33, 25 4 വാല്യൂസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ്? ഇവിടെ ലൈറ്റ് റെയിൻഫോൾ ആകുമ്പോൾ ജെൻറ്റിൽ സ്ലോപ്പാണ് കൊടുക്കാറ്. സോ 1 in 60 തുടങ്ങി. ബാക്കിയുള്ള വാല്യൂസ് അതുപോലെ എടുത്തെഴുതാം. 1 in 50, 1 in 40, 1 in 33. അപ്പോൾ 5 വാല്യൂസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് 60, 50, 40, 33, 25 എന്ന 5 വാല്യൂസ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഈ ടേബിളിൽ നിങ്ങൾക്ക് എത്ര ചോദ്യം? 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക പെർസെൻറ്റേജിലായിരിക്കും. അതായത് കോൺക്രീറ്റ് റോഡിന് ഹെവി റെയിൻഫോൾ റീജിയൻസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡിന് കൊടുക്കുന്ന ക്യാമ്പറിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കാം. കോൺക്രീറ്റ് റോഡിന് നോർമലി കൊടുക്കുന്നത് 50, 1 in 50, 1 in 60 റേഞ്ചിലാണ്. ഹെവി റെയിൻഫോൾ റീജിയൻ ആയാലും ലൈറ്റ് റെയിൻഫോൾ റീജിയൻ ആയാലും. അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ബേസിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. 1 in 50 എന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 1 in 50 into 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പെർസെൻറ്റേജ് വാല്യൂവിൽ കിട്ടും. അതായത് 2% കിട്ടും. അതായത് ഇതിന് 2% എഴുതും. 1 in 40 ആണെങ്കിലോ 1/40 into 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന് പെർസെൻറ്റേജിൽ നിന്ന് കിട്ടും. ഏകദേശം 2.5% കിട്ടും. അതുപോലെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കൺവേർഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുക. ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കൂ. civilians.com.